Hi, today we are going to discuss about bioaugmentation. Bioaugmentation. Bioaugmentation is a bioremediation technique used to enhance the biological degradation of environmental pollutants by introducing specific microorganisms, enzymes or microbial consortia to contaminated sites. ബയോഅഗ്യുമെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ബയോറെമഡിയേഷൻ ടെക്നിക്കാണ്. അവിടെ നമ്മൾ ബയോളജിക്കൽ ഡീഗ്രഡേഷനാണ് നടത്തുന്നത്. എൻവയോൺമെൻറ്റൽ പൊല്യൂട്ടൻസിൻ്റെ ബയോളജിക്കൽ ഡീഗ്രഡേഷനാണ് നമ്മൾ ബയോഅഗ്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴി നമ്മൾ നടത്തുന്നത്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെയും എൻസൈംസിനെയും മൈക്രോബിയൽ കൺസോർഷ്യത്തിനെയൊക്കെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സൈറ്റ്സിലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ബയോളജിക്കൽ ആയിട്ടുള്ള ഡീഗ്രഡേഷൻ, എൻവയോൺമെൻറ്റൽ പൊല്യൂട്ടൻസിൻ്റെ ബയോളജിക്കൽ ഡീഗ്രഡേഷൻ നമ്മൾ എൻഹാൻസ് ചെയ്യുന്നത്. This approach aims to accelerate the natural biodegradation processes by increasing the population or activity of beneficial microorganisms capable of breaking down pollutants. ഈ അപ്രോച്ച് വഴി നമ്മൾ ആക്ച്വലി നാച്ചുറൽ ആയിട്ടുള്ള ബയോഡിഗ്രഡേഷൻ പ്രോസസ്സിനെ ഒന്ന് ആക്സിലറേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒന്ന് സ്പീഡപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ്? നമ്മൾ ഓൾറെഡി ഉള്ള പോപ്പുലേഷൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നത്, ബെനിഫിഷ്യൽ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അതുവഴി പെട്ടെന്ന് തന്നെ പൊല്യൂട്ടൻസ് ഡീഗ്രേഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. There are several types of bioaugmentation, each targeting different types of pollutants and environmental conditions. പല ടൈപ്പ് ഓഫ് ബയോഅഗ്യുമെൻറ്റേഷൻ ഉണ്ട്. ഓരോന്നും ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂട്ടൻസിനെയും എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിനെയും ആയിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത്. Now coming on to the main types of bioaugmentation. ഫസ്റ്റ് വൺ ആണ് സെൽ bioaugmentation. A carrier and encapsulation technology for inoculant delivery is known as cell bioaugmentation. ഒരു കരിയറും ഒരു എൻകാപ്സുലേഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇനോക്കുലൻറ്റിനെ ഡെലിവർ ചെയ്യുന്ന, അതായത് മൈക്രോ ഓർഗാനിസിനെ ഡെലിവർ ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ സെൽ ബയോഅഗ്യുമെൻറ്റേഷൻ എന്നുകൊണ്ട് കരിയർ മോളിക്യൂളിനെയും ആ കരിയർ മോളിക്യൂളിനകത്തായിരിക്കും നമ്മുടെ ടാർഗറ്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസിനെ എൻകാപ്സുലേറ്റ് ചെയ്തേക്കണം. അങ്ങനെ നമ്മൾ മൈക്രോ ഓർഗാനിസിനെ ഡെലിവർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൽ ബയോഅഗ്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. സെൽ ബയോഅഗ്യുമെൻറ്റേഷൻ മെയിനായിട്ട് 3 സ്റ്റെപ്സ് വഴി നമുക്ക് നടത്താനായിട്ട് പറ്റും. യൂസ് ഓഫ് കരിയർ മെറ്റീരിയൽസ് ഫോർ ബയോഅഗ്യുമെൻറ്റേഷൻ. കരിയർ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബയോഅഗ്യുമെൻറ്റേഷൻ നടത്താം. ബയോഅഗ്യുമെൻറ്റേഷൻ വിത്ത് എൻകാപ്സുലേറ്റഡ് മൈക്രോ ഓർഗാനിസംസ്. എൻകാപ്സുലേറ്റഡ് ആയിട്ടുള്ള, എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇതിനകത്ത് ലിപ്പിഡ് ലെയറിലോ എന്തെങ്കിലും ഒരെണ്ണത്തിനകത്ത് എൻക്ലോസ് ചെയ്തേക്കുന്ന മൈക്രോ ഓർഗാനിസംസ് വെച്ച് നമുക്ക് ബയോഅഗ്യുമെൻറ്റേഷൻ നടക്കാം. അല്ലെങ്കിൽ നമുക്ക് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള സോയിൽ ബയോഅഗ്യുമെൻറ്റേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് വഴി നമുക്ക് സെൽ ബയോഅഗ്യുമെൻറ്റേഷൻ നടത്താനായിട്ട് പറ്റും. സെൽ ബയോഅഗ്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു കരിയർ ആൻഡ് എൻകാപ്സുലേഷൻ ടെക്നോളജി വെച്ച് നമ്മൾ ഇനോക്കുലറിനെ ഡെലിവർ ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ സെൽ ബയോഅഗ്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. 3 ടൈപ്സ് ആണല്ലോ, 3 മെത്തേഡ്സ് ആണുള്ളത്. കരിയർ മെറ്റീരിയൽസ് വെച്ച് ബയോഅഗ്യുമെൻറ്റേഷൻ നടത്തുക, എൻകാപ്സുലേറ്റഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് വെച്ച് ബയോഅഗ്യുമെൻറ്റേഷൻ നടത്തുക, അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള സോയിൽ വെച്ച് ബയോഅഗ്യുമെൻറ്റേഷൻ നടത്തുക. ഇനി യൂസ് ഓഫ് കരിയർ മെറ്റീരിയൽസ് ഫോർ ബയോഅഗ്യുമെൻറ്റേഷൻ. ഫസ്റ്റ് കാറ്റഗറി ആയിരുന്നു യൂസ് ഓഫ് carrier materials for bioaugmentation. Microbial inoculant has been applied to the soil as live microorganisms in a liquid culture or attached to a carrier material. Microbial inoculant നമുക്ക് ബയോഅഗ്യുമെൻറ്റേഷൻ നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മൈക്രോബിയൽ ഇനോക്കുലൻറ്റ് നമുക്ക് സോയിലോട്ട് ലൈവായിട്ടുള്ള ഒരു ഓർഗാനിസമായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അന്നേരം നമ്മൾ ലിക്വിഡ് കൾച്ചേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കാരിയർ മെറ്റീരിയലുമായിട്ട് അറ്റാച്ച് ചെയ്ത് നമ്മൾ മൈക്രോബിയൽ ഇനോക്കുലൻറ്റിനെ സോയിലിലോട്ട്, അല്ലെങ്കിൽ ആ എങ്ങോട്ടാണോ നമ്മൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. When applying the inoculant plant to a harsh environment like soil, it may be desirable to use a carrier material. ഇനോക്കുലൻ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റിനെ നമ്മൾ ഹാർഷ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ കണ്ടീഷനകത്തേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് എപ്പോഴും ഡിസയറബിൾ ഒരു കരിയർ മെറ്റീരിയലിനെ വെച്ച് അത് അപ്ലൈ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് എന്ന് പറയുന്നത്. സിൻസ് ഇറ്റ് ക്യാൻ പ്രൊവൈഡ് എ പ്രൊട്ടക്റ്റീവ് നിഷ് ആൻഡ് ഈവൻ ടെമ്പററി ന്യൂട്രീഷൻ ഫോർ ദ ഇൻട്രൊഡ്യൂസ്ഡ് മൈക്രോ ഓർഗാനിസംസ്. നമ്മൾ കരിയർ മോളിക്യൂൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുവാണ് എങ്കിൽ അതുവഴി ഒരു പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു നിഷ്, ആ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ആ മൈക്രോ ഓർഗാനിസത്തിന് പ്രൊവൈഡ് ചെയ്യാനായിട്ടും, അതുപോലെ ഒരു ടെമ്പററി ന്യൂട്രീഷൻ ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത മൈക്രോ ഓർഗാനിസത്തിന് ഒരു ടെമ്പററി ആയിട്ടുള്ള ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ടും പറ്റും. ന്യൂമറസ് ഡിഫറെൻറ്റ് കരിയർ മെറ്റീരിയൽസ് ഹാസ് ബീൻ യൂസ്ഡ് ഇൻക്ലൂഡിങ് ബയോസോളിഡ്സ്, ചാർക്കോൾ അമെൻഡഡ് സോയിൽ, clay, lignite and manure.
ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കരിയർ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ബയോസോളിഡ്സ് യൂസ് ചെയ്യാറുണ്ട്, ചാർക്കോൾ അമെൻറ്റഡ് ആയിട്ടുള്ള സോയിൽ യൂസ് ചെയ്യാറുണ്ട്, ക്ലേ യൂസ് ചെയ്യാറുണ്ട്, ലിഗ്നൈറ്റും മാനുവറും വരെ നമ്മൾ കരിയർ മോളിക്യൂൾസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് സ്ട്രെയിൻ ക്യാൻ ബി ആഡഡ് ടു ദ സോയിൽ എയ്തർ എസ് എ ലിക്വിഡ് കൾച്ചർ ഓർ ഇൻ എ സോയിൽ കാരിയർ. സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് എന്ന് പറഞ്ഞ സ്പീഷീസിനെ നമുക്ക് സോയിലോട്ട് ലിക്വിഡ് കൾച്ചറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഒരു സോയിൽ കാരിയറായിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കാരിയർ മെറ്റീരിയൽ ഇൻക്ലൂഡ്. ഇനി നമ്മൾ കരിയറായിട്ട് സെലക്ട് ചെയ്യുന്ന, ഇപ്പോൾ കരിയർ മീഡിയേറ്റഡ് ആയിട്ടുള്ളൊരു ബയോ അഗ്യുമെൻറ്റേഷൻ ആണ് എങ്കിൽ നമ്മൾ പല ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് കരിയർ മെറ്റീരിയലിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ നേരത്ത്. എന്തൊക്കെയാണ് ആ കരിയർ മെറ്റീരിയലിൻ്റെ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. പ്രൊവൈഡിങ് ആൻ ആഡ്വക്കേറ്റ് എൻവയോൺമെൻറ്റ് ഫോർ സെൽ സർവൈവൽ ആൻഡ് ഗ്രോത്ത്. സെല്ലിൻ്റെ സർവൈവലിനും ഗ്രോത്തിനുമായിട്ടുള്ള ഒരു ആഡ്വക്കേറ്റ് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കണം കരിയർ മെറ്റീരിയൽ എന്ന് പറയുന്നത്. സെല്ലിൻ്റെ സർവൈവലിനും അതുപോലെ തന്നെ ഗ്രോത്തിനുമുള്ളൊരു ആഡ്വക്കേറ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കണം നമ്മുടെ കരിയർ. റിസൾട്ടിങ് ഇൻ എ ലോങ് ലൈഫ് ആൻഡ് എൻഹാൻസ്ഡ് ആക്ടിവിറ്റി വെൻ ആഡഡ് ടു ദ എൻവയോൺമെൻറ്റ്. ലോങ് ലൈഫ് പ്രൊമോട്ട് ചെയ്യുന്നൊരു സാധനമായിരിക്കണം കരിയർ. അതുപോലെ തന്നെ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി, ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി കാണിക്കുന്ന ഒരു സാധനമായിരിക്കണം. സോയിലോട്ട് എൻവയോൺമെൻറ്റിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യവും കൂടെ ആയിരിക്കണം കരിയർ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അല്ലാതെ ആ മൈക്രോബിനെ ഇനാക്റ്റീവ് ആക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യുന്നതോ ആയിട്ടുള്ളൊരു സാധനമാവരുത് നമ്മുടെ കരിയർ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ബീങ് നോൺ ടോക്സിക് ടു ദ ഇനോക്കുലൻറ്റ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ദി എൻവയോൺമെൻറ്റ്. പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന കരിയർ മെറ്റീരിയൽ നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിന് നോൺ ടോക്സിക് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ എങ്ങോട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, എൻവയോൺമെൻറ്റിലോട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അവിടേക്കും അത് നോൺ ടോക്സിക് ആയിരിക്കണം. അലൗവിങ് ടാർഗറ്റ് ഫോർ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് സെൽസ് ആൻഡ് ഓൾസോ മീൻസ് ടു കണ്ടെയ്ൻ ദ ഇൻട്രൊഡ്യൂസ്ഡ് മൈക്രോ ഓർഗാനിസംസ് വെൻ കൺട്രോൾ ഇസ് നെസസറി. അലൗവിങ് ടാർഗറ്റ് ഫോർ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് സെൽസ്. ഇൻട്രൊഡക്ഷൻ ഓഫ് സെൽസിനുള്ള ടാർഗറ്റായിട്ട് അത് ആക്ട് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം. അതുപോലെ ഓൾസോ എ മീൻസ് ടു കൺട്രോൾ ദി ഇൻട്രൊഡ്യൂസ്ഡ് മൈക്രോ ഓർഗാനിസംസ് വെൻ കൺട്രോൾ ഇസ് നെസസറി. ഇൻട്രൊഡ്യൂസ് ചെയ്ത മൈക്രോ ഓർഗാനിസത്തിനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി കൂടി ഈ കരിയർ മെറ്റീരിയലിന് വേണം, കൺട്രോൾ ചെയ്യേണ്ടതിൻ്റെ ആവശ്യം വരുവാണ് എങ്കിൽ. നെക്സ്റ്റ് ഇതായിരുന്നു ബയോ അഗ്യുമെൻറ്റേഷൻ വിത്ത് എൻകാപ്സുലേറ്റഡ് മൈക്രോ ഓർഗാനിസംസ്. മെറ്റീരിയൽസ് അലൗ the microorganisms to be contained in a relatively non-toxic through which gases and liquids can diffuse. മെറ്റീരിയൽസ് വിച്ച് അലൗ, നമുക്ക് ഇതിനകത്ത് വേണ്ട മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഒരു നോൺ ടോക്സിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിനകത്തായിരിക്കണം കണ്ടെയ്ൻ ചെയ്യേണ്ടത്. അത് ഗ്യാസസിനും ലിക്വിഡ്സിനും അതിനകത്തേക്ക് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു എൻകാപ്സുലേറ്റിംഗ് മെറ്റീരിയൽ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യുന്നത്. എൻകാപ്സുലേഷൻ ടെക്നോളജി ക്രിയേറ്റ് മൈക്രോസൈറ്റ്സ് within a unique microbial community that works interactively to remediate a given compound. എൻകാപ്സുലേഷൻ ടെക്നോളജി വഴി നമ്മൾ ഒരു മൈക്രോ ആയിട്ടുള്ള സൈറ്റ്, ഒരു സ്മോൾ സൈറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തിനകത്ത്? ഒരു യുണീക്ക് മൈക്രോബിയൽ കമ്മ്യൂണിറ്റിക്കകത്ത്, ഒരു പർട്ടിക്കുലർ മൈക്രോബിയൽ കമ്മ്യൂണിറ്റിക്കകത്ത് ഒരു ചെറിയ മൈക്രോ സൈറ്റ്സാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഇൻട്രാക്ട് ചെയ്ത് മറ്റ് മൈക്രോബ്സും ഇതുമൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഒരു ഗിവൺ കോമ്പൗണ്ടിനെ റെമഡിയേറ്റ് ചെയ്യുക. ബയോ റെമഡിയേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്, അല്ലെങ്കിൽ റിമൂവൽ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ്, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞ പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആക്ടിവേറ്റഡ് സോയിൽ ബയോ അഗ്യുമെൻറ്റേഷൻ. പിന്നെ വരുന്നതാണ് ആക്ടിവേറ്റഡ് സോയിൽ ബയോ അഗ്യുമെൻറ്റേഷൻ. ആക്ടിവേറ്റഡ് സോയിൽസ് ക്യാൻ യൂസ് ഡയറക്ട്ലി ആസ് ബോത്ത് ദ ഇനോക്കുലൻസ് ആൻഡ് കാരിയർ വിത്തൗട്ട് എക്സ്ട്രാക്റ്റിംഗ് ഡീഗ്രേഡേഴ്സ് ഫ്രം ദ സോയിൽ. ആക്ടിവേറ്റഡ് ആയിട്ടുള്ള സോയിലിന് ഇനോക്കുലൻ്റ് ആയിട്ടും ആക്ട് ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉണ്ട്, അതുപോലെ കാരിയറായിട്ടും ആക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോയിലുള്ള ഡീഗ്രേഡേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്യാണ്ട് തന്നെ ആക്ടിവേറ്റഡ് സോയിലിന് ഇനോക്കുലൻ്റ് ആയിട്ടും കാരിയറായിട്ടും ആക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആൻഡ് കാരിയർ വിത്തൗട്ട് എക്സ്ട്രാക്റ്റിംഗ് ഡീഗ്രേഡേഴ്സ് ഫ്രം ദ സോയിൽ. Activated soil is a soil that is exposed to the contaminant and contains a developed degrader population that can eliminate the contaminant. Activated soil എന്ന് പറയുന്ന ആ സോയിൽ ആക്ച്വലി ഒരു കണ്ടാമിനൻറ്റ്, എന്തെങ്കിലും ഒരു മെറ്റലോ എന്തെങ്കിലും ആയിട്ടൊരു കണ്ടാമിനൻറ്റിന് ഓൾറെഡി എക്സ്പോസ്ഡ് ആയിട്ടുള്ള, ഓൾറെഡി ആ കണ്ടാമിനൻറ്റ് ആ സോയിലിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അതിനെതിരായിട്ടൊരു ഡീഗ്രേഡർ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ സോയിലിനകത്ത് തന്നെ ഒരു ഡീഗ്രേഡർ പോപ്പുലേഷൻ, ആ കണ്ടാമിനൻറ്റിനെ എഫക്റ്റീവായിട്ട് ഡീഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഡീഗ്രേഡർ മൈക്രോ ഓർഗാനിസവും കൂടി പ്രസൻ്റ് ആയിട്ടുള്ള സോയിലിനെയാണ് നമ്മൾ ആക്ടിവേറ്റഡ് സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആക്ടിവേറ്റഡ് സോയിൽ എന്ന് പറയുന്നത് ഓൾറെഡി കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സോയിലും, പക്ഷേ ആ സോയിലിൽ തന്നെ ആ കണ്ടാമിനൻറ്റിനെ ഡീഗ്രേഡ് ചെയ്യാനുള്ള
ഡീഗ്രേഡറും പ്രൊവൈഡഡ് ആയിട്ടുള്ള ഡെവലപ്പ് ചെയ്തിട്ടുള്ള സോയിലിനെയാണ് നമ്മൾ ആക്ടിവേറ്റഡ് സോയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ജീൻ ബയോ അഗ്യുമെൻറ്റേഷൻ. സിൻസ് ഇൻട്രൊഡ്യൂസ്ഡ് മൈക്രോ ഓർഗാനിസംസ് ഓഫൺ ഡു നോട്ട് സർവൈവ് ഫോളോയിങ് ബയോ അഗ്യുമെൻറ്റേഷൻ, naturally occurring horizontal gene transfer processes has been used for the introduction of remediation genes into the contaminated sites. ഇൻട്രൊഡ്യൂസ് ചെയ്ത മൈക്രോ ഓർഗാനിസംസ് സാധാരണയായിട്ട് ബയോ അഗ്യുമെൻറ്റേഷൻ പ്രോസസ്സ് സർവൈവ് ചെയ്ത് പോകാറില്ല. അതുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു ടെക്നിക്കാണ് ജീൻ ബയോ അഗ്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. സിൻസ് ഇൻട്രൊഡ്യൂസ് മൈക്രോ ഓർഗാനിസംസ് ഓഫൺ ഡു നോട്ട് സർവൈവ് ഫോളോയിങ് ബയോ അഗ്യുമെൻറ്റേഷൻ പ്രോസസ്സ് ഫോളോ ചെയ്ത് കഴിയുമ്പോൾ മിക്ക കേസസിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത മൈക്രോ ഓർഗാനിസംസ് സർവൈവ് ചെയ്ത് കാണാറില്ല. അതിനിതായിട്ടുള്ളൊരു പ്രോസസ്സാണ് ജീൻ ബയോ അഗ്യുമെൻറ്റേഷൻ. നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ പ്രോസസ്സിനെയാണ് നമ്മൾ റെമഡിയേഷൻ കപ്പാസിറ്റി ഉള്ള ജീൻസിനെ ആ കണ്ടാമിനേഷൻ സൈറ്റ്സിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ മേ ഒക്കർ ത്രൂ ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസ്ഡക്ഷൻ, കോഞ്ചുഗേഷൻ. ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ജീൻ പ്രോസസ് അല്ലെങ്കിൽ ജീനിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആ കണ്ടാമിനേഷനെ റെമഡിയേറ്റ് ചെയ്യാനുള്ള ജീൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ മെത്തേഡ്സ് വഴിയാണ്. അതിനകത്ത് വരുന്നതാണ് ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസ്ഡക്ഷൻ ആൻഡ് കോഞ്ചുഗേഷൻ. ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. എന്താ ട്രാൻസ്ഫോർമേഷൻ? ഇറ്റ്സ് എ ജനറ്റിക് ഓൾട്ടർനേഷൻ ഓഫ് എ സെൽ resulting from the direct uptake and incorporation of exogenous genetic material from its surroundings and taken up through the cell membrane. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിൻ്റെ ജനറ്റിക് ആയിട്ടുള്ള മേക്കപ്പിനകത്ത് അല്ലെങ്കിൽ സെറ്റപ്പിനകത്ത് ഓൾട്ടറേഷൻ വരുവാണ്. എങ്ങനെയാണ് അത് വരുന്നത്? ഓൾറെഡി പുറത്ത് കിടക്കുന്ന ഏതെങ്കിലും എക്സോജീനിയസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബാക്ടീരിയ ഡീഗ്രേഡ് ചെയ്ത് പോവോ, അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് പുറത്ത് കിടക്കുന്ന ഒരു ജനറ്റിക് മെറ്റീരിയലിനെ, അങ്ങനെ ഉണ്ടായ പുറത്ത് കിടക്കുന്ന ഒരു ജനറ്റിക് മെറ്റീരിയലിനെ ഓൾറെഡി ലിവിങ് ആയിട്ടുള്ളൊരു ബാക്ടീരിയ എന്തെങ്കിലും നമ്മൾ അപ്ടേക്ക് ചെയ്യുവാണെങ്കിൽ, ഡയറക്റ്റ് ആയിട്ടുള്ള അപ്ടേക്ക് ചെയ്യുവാണ് അതിൻ്റെ സറൗണ്ടിങ്സിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ സെൽ മെംബ്രെയിനിലൂടെ അത് അപ്ടേക്ക് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഡയറക്റ്റ് അപ്ടേക്ക് ആൻഡ് ഇൻകോർപ്പറേഷൻ ഓഫ് ആൻ എക്സോജീനിയസ് ജനറ്റിക് മെറ്റീരിയൽ ഫ്രം ഇറ്റ്സ് സറൗണ്ടിങ്സ് ആൻഡ് ടേക്കൺ അപ്പ് ത്രൂ ദ സെൽ മെംബ്രെയിൻ. നെക്സ്റ്റ് ഉള്ളതാണ് ട്രാൻസ്ഡക്ഷൻ. ട്രാൻസ്ഡക്ഷൻ നമുക്കറിയാം ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് DNA is transferred from one bacterium to another by virus. വൈറസസിൻ്റെ ഹെൽപ്പോട് കൂടി DNA അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയലിനെ ഒരു ബാക്ടീരിയത്തിൽ നിന്ന് മറ്റൊരു ബാക്ടീരിയത്തിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ പ്രോസസ്സിന് മെയിനായിട്ട് ബാക്ടീരിയോഫേജസ് ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അല്ലേ. വൈറസസ് ആൻഡ് ഇൻഫെക്ട് ബാക്ടീരിയ, അതിനെയാണ് നമ്മൾ ബാക്ടീരിയോഫേജസ് എന്ന് പറയുന്നത്. It also refers to the process whereby foreign DNA is introduced into another cell via viral vector. ഈ പ്രോസസ്സിന് നമുക്ക് ഇങ്ങനെയും പറയാം, ഫോറിൻ ആയിട്ടുള്ളൊരു DNA വേറൊരു സെല്ലിനകത്തേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഒരു വൈറൽ വെക്റ്ററിൻ്റെ ഹെൽപ്പോട് കൂടി. അതിനെ നമ്മൾ ട്രാൻസ്ഡക്ഷൻ എന്നാണ് പറയാറുള്ളത്. നെക്സ്റ്റ് ഇസ് കോഞ്ചുഗേഷൻ. Conjugation is the transfer of genetic material between bacterial cells by a direct cell-to-cell contact or by a bridge-like connection between two cells. കോഞ്ചുഗേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽ രണ്ട് ബാക്ടീരിയൽ സെൽസ് തമ്മിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണ് സെൽ ടു സെൽ കോൺടാക്റ്റ് വഴിയോ അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് പോലുള്ള കണക്ഷൻ, അതിന് നമ്മൾ കോഞ്ചുഗേഷൻ ട്യൂബ് എന്ന് പറയും അല്ലേ. കോഞ്ചുഗേഷൻ ട്യൂബ് വഴിയോ രണ്ട് സെൽസിലുള്ള ജനറ്റിക് മെറ്റീരിയൽസ് ട്രാൻസ്ഫർ ചെയ്യുവാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ കോഞ്ചുഗേഷൻ എന്ന് പറഞ്ഞാൽ. ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലോട്ട് ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യുവാണ് ഒരു സെൽ ടു സെൽ കോൺടാക്റ്റ് വഴിയോ അല്ലെങ്കിൽ ഒരു ട്യൂബ് ഫോം ചെയ്ത്, കോഞ്ചുഗേഷൻ ട്യൂബ് എന്ന് പറഞ്ഞൊരു ട്യൂബ് ഫോം ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ കോഞ്ചുഗേഷൻ എന്ന് പറയും. നെക്സ്റ്റ് ആണ് റൈസോസ്പിയർ ബയോ അഗ്യുമെൻറ്റേഷൻ. എന്താ റൈസോസ്പിയർ? ആ റൂട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആ സറൗണ്ടിങ് ഏരിയാസിനെയാണ് നമ്മൾ റൈസോസ്പിയർ എന്ന് പറയുന്നത് അല്ലേ. മൈക്രോബിയൽ ഇനോക്കുലൻസ് ആർ ആഡഡ് ടു ദ സോയിൽ അലോങ് വിത്ത് ദ പ്ലാന്റ് ദാറ്റ് സപ്പോർട്ട്സ് ദ ഇനോക്കുലൻസ് ഗ്രോത്ത്. ഇവിടെ നമ്മൾ മൈക്രോബിയൽ ഇനോക്കുലൻറ്റിനെ, ആ കണ്ടാമിനൻറ്റിനെ റിമൂവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള മൈക്രോ ഓർഗാനിസിനെ നമ്മൾ സോയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു പ്ലാന്റിൻ്റെയും കൂടെ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ആ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു പ്ലാന്റിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ പ്ലാന്റിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മൾ മൈക്രോബിയൽ ഇനോക്കുലൻസിനെയും സോയിലോട്ട് ആഡ് ചെയ്യുന്നത്. അഡീഷണലി ദീസ് പ്രോസസ്സസ് ക്യാൻ ബി മീഡിയേറ്റഡ് ബൈ പ്ലാന്റ്സ് ഓർ പ്ലാന്റ് അസോസിയേറ്റഡ് മൈക്രോ ഓർഗാനിസംസ്. ഈ പ്രോസസ്സ് സാധാരണയായിട്ട് പ്ലാന്റ്സിന് മീഡിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ പ്ലാന്റ് അസോസിയേറ്റ് ചെയ്ത മൈക്രോ ഓർഗാനിസത്തിന് മീഡിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. By using the plant microorganism combination, the microorganism is added to the soil along with a niche, the plant root supporting its growth. ഇനി റൈസോസ്പിയർ ബയോ അഗ്യുമെൻറ്റേഷനകത്ത് നമ്മൾ ഈ പ്ലാന്റ് മൈക്രോ ഓർഗാനിസം കോമ്പിനേഷൻ നമ്മൾ
യൂസ് ചെയ്യാൻ നേരത്ത് മൈക്രോ ഓർഗാനിസത്തിന് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ആ മൈക്രോ ഓർഗാനിസത്തിന് വേണ്ടിയിട്ടുള്ള നിഷ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതായത് പ്ലാന്റിൻ്റെ റൂട്ട്, ആ പ്ലാന്റിൻ്റെ റൂട്ടായിരിക്കും അതിൻ്റെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് പ്ലാന്റ്സ് യൂസ് റൈസോസ്ഫിയർ ഫോർ ബയോ അഗ്യുമെൻറ്റേഷൻ ആർ umbrella sludge, flower umbrella plant, tall fringe rush, hurai grass ഒക്കെയാണ് നമ്മൾ റൈസോസ്ഫിയർ ബയോ അഗ്യുമെൻറ്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് പ്ലാന്റ്സുമാണ്. ഇതൊരു ലോ കോസ്റ്റ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. വെച്ചാൽ ഇൻഎക്സ്പെൻസീവ് ടെക്നിക്കാണ് റൈസോസ്ഫിയർ ബയോ അഗ്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഫൈറ്റോ അഗ്യുമെൻറ്റേഷൻ. ഫൈറ്റോ അഗ്യുമെൻറ്റേഷൻ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, ഫൈറ്റോ അഗ്യുമെൻറ്റേഷൻ മീൻസ് ദ മൈക്രോ ഓർഗാനിസംസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫീൽഡ് ബൈ പ്ലാന്റ്സ് ദറ്റ് കണ്ടെയ്ൻ ദ മൈക്രോബിയൽ ജീൻസ്. മൈക്രോബിയൽ ജീൻസ് ഉള്ള പ്ലാന്റ്സിൻ്റെ ഹെൽപ്പോട് കൂടി മൈക്രോ ഓർഗാനിസിൻ്റെ ഒരു ഫീൽഡിനകത്തേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് എങ്കിൽ അതിനെ നമ്മൾ ഫൈറ്റോ അഗ്യുമെൻറ്റേഷൻ എന്ന് പറയും. മൈക്രോ ഓർഗാനിസംസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫീൽഡ് ബൈ എ പ്ലാന്റ് ദാറ്റ് കണ്ടെയ്ൻസ് മൈക്രോബിയൽ ജീൻസ്. അതായത് ഒരു പ്ലാന്റ്, ആ പ്ലാന്റിന് മൈക്രോബിയൽ ജീൻസ് ഉണ്ട്. അപ്പോൾ ആ മൈക്രോബിയൽ ജീൻസ് ആ സോയിലോട്ട് എത്തുന്നത് വഴി അവിടെ മൈക്രോ ഓർഗാനിസംസിൻ്റെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബൈ ഇൻകോപ്പറേഷൻ ഓഫ് ദീസ് ജീൻസ് ഇൻ ടു പ്ലാന്റ്സ്, ഈ ജീൻസിനെ പ്ലാന്റ്സിനകത്തേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്താണ് നമ്മൾ ഫൈറ്റോ അഗ്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ബയോസ്റ്റിമുലേഷൻ. Biostimulation involves enhancing the growth and activity of indigenous microorganisms at the contaminated site by providing essential nutrients, electron acceptors, or co-substrates that promote the biodegradation of pollutants. It does not introduce a new microorganism but rather stimulates the existing microbial community. Biostimulation അത് നമ്മൾ ഇൻഡിജീനിയസ് ആയിട്ട് ആ സോയിലിൽ കാണുന്ന അല്ലെങ്കിൽ ആ കണ്ടാമിനേറ്റഡ് സൈറ്റിൽ കാണുന്ന നേറ്റീവ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തും ആക്ടിവിറ്റിയും നമ്മൾ എൻഹാൻസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ആക്സലറേറ്റ് ചെയ്യുകയാണ്. എങ്ങനെയാണ്? നമ്മൾ അവർക്ക് ആവശ്യമുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസും ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സും സബ്സ്ട്രേറ്റ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് പൊല്യൂട്ടൻസിൻ്റെ ബയോഡിഗ്രഡേഷൻ നമ്മൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ബയോസ്റ്റിമുലേഷൻ എന്ന പ്രോസസ്സ് വഴി ബയോ അഗ്യുമെൻറ്റേഷൻ നടത്തുന്നത്. അപ്പോൾ ബയോസ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി ആ സോയിൽ കണ്ടാമിനേറ്റഡ് സൈറ്റിലുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് നമ്മൾ എൻഹാൻസ് ചെയ്യുകയാണ്, അവർക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസും ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട്. ഇറ്റ് ഡസ് നോട്ട് ഇൻട്രൊഡ്യൂസ് ന്യൂ മൈക്രോ ഓർഗാനിസംസ് ബട്ട് റാദർ സ്റ്റിമുലേറ്റ്സ് എക്സിസ്റ്റിംഗ് മൈക്രോബിയൽ കമ്മ്യൂണിറ്റി. ഇത് പുതിയ മൈക്രോ ഓർഗാനിസത്തിനെ ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പക്ഷേ ഓൾറെഡി ഉള്ള ആ മൈക്രോബിയൽ കമ്മ്യൂണിറ്റീനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ആഡിങ് ന്യൂട്രിയൻസ് ടു സ്റ്റിമുലേറ്റ് ദ ബയോഡിഗ്രഡേഷൻ ഓഫ് ഓയിൽ ഹൈഡ്രോകാർബൺസ്, ejecting oxygen or electron acceptors to enhance the biodegradation of chlorinated solvents. ന്യൂട്രിയൻസിനെ ആഡ് ചെയ്തുകൊണ്ട് ബയോഡിഗ്രഡേഷൻ ഓഫ് ഓയിൽ ഹൈഡ്രോകാർബൺസ് നടത്തുന്നത്, സ്റ്റിമുലേറ്റ് ദ ബയോഡിഗ്രഡേഷൻ ഓഫ് ഓയിൽ ഹൈഡ്രോകാർബൺസ്. അതുപോലെ ഇൻജക്റ്റിംഗ് ഓക്സിജൻ ഓർ ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് ടു എൻഹാൻസ് ദ ഡീഗ്രഡേഷൻ ഓഫ് ക്ലോറിനേറ്റഡ് സോൾവെൻറ്റ്സ്. ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള സോൾവെൻറ്റ്സിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സിനെയും ഓക്സിജനെയും ഒക്കെ നമ്മൾ ഇൻജക്റ്റ് ചെയ്ത് വിടുന്നത് ബയോസ്റ്റിമുലേഷന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് ആണ് ബയോ അഗ്യുമെൻറ്റേഷൻ വിത്ത് സ്പെസിഫിക് മൈക്രോ ഓർഗാനിസംസ്. In this type of bioaugmentation, specific microorganisms or microbial stains with the ability to degrade target pollutants are introduced into the contamination site. ഈ ബയോഅഗ്യുമെൻറ്റേഷൻ അത് സ്പെസിഫിക് മൈക്രോബിയൽ ഓർഗാനിസംസ് അല്ലെങ്കിൽ മൈക്രോബിയൽ സ്റ്റെയിൻസിനെ ടാർഗറ്റ് ആയിട്ടുള്ള പൊല്യൂട്ടൻസിനെ ഡിഗ്രേഡ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ മൈക്രോബിയൽ സ്റ്റെയിൻസിനെ നമ്മൾ കണ്ടാമിനേറ്റഡ് സൈറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. These introduced microorganisms can be naturally occurring or genetically engineered for enhanced pollutant degradation. ഇങ്ങനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസിനെ നമുക്ക് നാച്ചുറലായിട്ട് അത് നാച്ചുറലി ഒക്കറിങ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ജനറ്റിക്കലി എൻജിനീയർ ചെയ്ത് പൊല്യൂട്ടൻ ഡീഗ്രഡേഷന് റോള് പ്ലേ ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസും ആയിരിക്കാം. എക്സാമ്പിൾ, ഇൻട്രൊഡ്യൂസിങ് ബാക്ടീരിയ ലൈക്ക് സ്യൂഡോമോണാസ് സ്പീഷീസ് ഫോർ ദ ബയോഡിഗ്രഡേഷൻ ഓഫ് പെട്രോളിയം ഹൈഡ്രോകാർബൺസ്. പെട്രോളിയം ഹൈഡ്രോകാർബൺസിനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്യൂഡോമോണാസ് സ്പീഷീസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഇൻട്രൊഡ്യൂസിങ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ഫോർ ദ ഡീഗ്രഡേഷൻ ഓഫ് റീകാൽസിട്രൻറ്റ് പൊല്യൂട്ടൻസ്. റീകാൽസിട്രൻ്റ് ആയിട്ടുള്ള പൊല്യൂട്ടൻസിനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ബയോ അഗ്യുമെൻറ്റേഷൻ വിത്ത് സ്പെസിഫിക് മൈക്രോ ഓർഗാനിസത്തിന് എക്സാമ്പിൾസാണ്. Next is bioaugmentation with microbial consortia. Bioaugmentation with microbial consortia involves introducing a combination of different microorganisms, often chosen for their complementary metabolic capabilities to improve the overall degradation of complex pollutants. മൈക്രോബിയൽ കൺസോഷ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നമ്മൾ നോക്കാം. എന്താ മൈക്രോബിയൽ കൺസോഷ്യ? കൺസോഷ്യ എന്താ? കൺസോഷ്യ എന്ന് വെച്ചാൽ ലിവിങ് ഇൻ അസോസിയേഷൻ എന്നാണ് അർത്ഥം.
ഇപ്പോൾ മൈക്രോബിയൽ കൺസോർഷ്യം എന്ന് പറഞ്ഞാൽ പല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് അവർ ഒരു ഗ്രൂപ്പായിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് ഒരു അസോസിയേഷനായിട്ട് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൈക്രോബിയൽ കൺസോർഷ്യ എന്ന് പറയുന്നത്. സോ ബയോഅഗ്യുമെന്റേഷൻ വിത്ത് മൈക്രോബിയൽ കൺസോർഷ്യയ്ക്ക് അത് നമ്മൾ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് മൈക്രോ ഓർഗാനിസംസിനെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോ ഓർഗാനിസം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഓഫൺ ഹാവിങ് ദർ കോംപ്ലിമെൻ്ററി മെറ്റബോളിക് കേപ്പബിലിറ്റീസ്, കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള മെറ്റബോളിക് കേപ്പബിലിറ്റീസ് ഉള്ള മൈക്രോ ഓർഗാനിസത്തിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കോംപ്ലിമെൻ്ററി മലയാളത്തിൽ പറയുകയാണെങ്കിൽ പരസ്പര പൂരകമായ ഒരാളുടെ പ്രോഡക്റ്റ് ആയിരിക്കും ചിലപ്പോൾ മറ്റേ ആൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പിംഗ് ആയിട്ടുള്ള കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള മെറ്റബോളിക് കേപ്പബിലിറ്റീസ് ആയിരിക്കും അവർക്കുള്ളത്. അതുവഴി അവർ ഓവറോൾ ആയിട്ടുള്ള കോംപ്ലക്സ് പൊല്യൂട്ടൻസിനെ ഡീഗ്രേഡ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബയോഅഗ്യുമെന്റേഷൻ വിത്ത് മൈക്രോബിയൽ കൺസോർഷ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, വിച്ച് ഇസ് ഹാവിങ് കോംപ്ലിമെൻ്ററി മെറ്റബോളിക് കേപ്പബിലിറ്റീസ്. Examples: using a consortium of bacteria to enhance the biodegradation of pesticides in agricultural soils. കൺസോർഷ്യം ഓഫ് ബാക്ടീരിയ, ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട് പെസ്റ്റിസൈഡ്സിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി. അഗ്രികൾച്ചറൽ സോയിലെ പെസ്റ്റിസൈഡ്സിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. ദെൻ വേറൊരു കാറ്റഗറിയാണ് ഇൻട്രൊഡ്യൂസിങ് എ മിക്സ്ഡ് കൾച്ചർ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ടു ട്രീറ്റ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ കണ്ടെയ്നിങ് മൾട്ടിപ്പിൾ കണ്ടാമിനൻസ്. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടറിനകത്ത് മൾട്ടിപ്പിൾ കണ്ടാമിനൻസ് ആയിരിക്കും ഉള്ളത്. അതിനെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മിക്സ്ഡ് കൾച്ചർ ഓഫ് മൈക്രോ ഓർഗാനിസത്തിനെ യൂസ് ചെയ്യാറുണ്ട്. Next is bioaugmentation for nutrient removal. This type of bioaugmentation is used for the removal of excess nutrients such as nitrogen and phosphorus from polluted water bodies. പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ ബോഡീസിൽ നിന്ന് എക്സസ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആയിട്ടുള്ള നൈട്രജൻ, ഫോസ്ഫറസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ബയോഅഗ്യുമെന്റേഷൻ ഫോർ ന്യൂട്രിയൻ റിമൂവൽ എന്ന് പറഞ്ഞാൽ. സ്പെസിഫിക് മൈക്രോ ഓർഗാനിസംസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ടു ഫെസിലിറ്റേറ്റ് ദ കൺവേർഷൻ ഓഫ് ന്യൂട്രിയൻസ് ഇൻ ടു ലെസ് ഹാംഫുൾ ഫോംസ് ലൈക്ക് നൈട്രജൻ ഗ്യാസ്. സ്പെസിഫിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ന്യൂട്രിയൻസിനെ ലെസ് ഹാംഫുൾ ഫോംസ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്, ലൈക്ക് നൈട്രജൻ ഗ്യാസ്. എക്സാമ്പിൾസ് ആണ് ആഡിങ് ഡീനൈട്രിഫൈയിങ് ബാക്ടീരിയ ടു വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റംസ് ടു കൺവേർട്ട് നൈട്രേറ്റ് ടു നൈട്രജൻ ഗ്യാസ്. Introducing phosphorus accumulating bacteria to enhance phosphorus removal in swedge treatment plants. Denitrifying bacteria നമ്മൾ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വഴി നൈട്രേറ്റിനെ അത് നൈട്രജൻ ഗ്യാസ് ആക്കി മാറ്റാറുണ്ട്. അതുപോലെ ഫോസ്ഫറസ് അക്യുമുലേറ്റിംഗ് ബാക്ടീരിയനെ നമ്മൾ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സിനകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫോസ്ഫറസ് റിമൂവലിൻ്റെ ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഇസ് ബയോഅഗ്യുമെന്റേഷൻ ഫോർ മെറ്റൽ കണ്ടാമിനേഷൻ. Bioaugmentation can also be used to remediate environments contaminated with heavy metals. ഹെവി മെറ്റൽസുമായിട്ട് കണ്ടാമിനേറ്റ് ചെയ്ത എൻവയോൺമെൻറ്റ്സിനെ റെമിഡിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബയോഅഗ്യുമെന്റേഷൻ യൂസ് ചെയ്യാറുണ്ട്. സർട്ടൻ മൈക്രോ ഓർഗാനിസംസ് ഹാവ് ദ എബിലിറ്റി ടു ഇമ്മോബിലൈസ് ഓർ ഡീടോക്സിഫൈ മെറ്റൽസ് ത്രൂ വേരിയസ് മെക്കാനിസംസ് ഇൻക്ലൂഡിംഗ് ബയോഅബ്സോർപ്ഷൻ ആൻഡ് പ്രസിപ്പിറ്റേഷൻ. ചില മൈക്രോ ഓർഗാനിസിൽ നിന്ന് ചില മെറ്റൽസിനെ ഡീടോക്സിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഇമ്മോബിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ബയോഅബ്സോർപ്ഷൻ, പ്രസിപ്പിറ്റേഷൻ പോലുള്ള ടെക്നിക്സ് വഴി. എക്സാമ്പിളാണ് ഇൻട്രൊഡ്യൂസിങ് സൾഫേറ്റ് റെഡ്യൂസിങ് ബാക്ടീരിയ ടു പ്രസിപ്പിറ്റേറ്റ് ഹെവി മെറ്റൽസ് സൾഫൈഡ്സ് ഇൻ കണ്ടാമിനേറ്റഡ് ഗ്രൗണ്ട് വാട്ടർ. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഗ്രൗണ്ട് വാട്ടറിനകത്ത് നമ്മൾ ഹെവി മെറ്റൽസ് ആയിട്ടുള്ള സൾഫൈഡിനെയൊക്കെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൾഫേറ്റ് റെഡ്യൂസിങ് ബാക്ടീരിയനെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. യൂസിങ് ഹൈപ്പർ അക്യുമുലേറ്റർ പ്ലാന്റ്സ് and their associated rhizosphere microorganisms to accumulate and stabilize metals in soil. ഹൈപ്പർ അക്യുമുലേറ്റർ പ്ലാന്റ്സിനെ അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള റൈസോസ്പിയർ മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്ട് ചില മെറ്റൽസിനെ അക്യുമുലേറ്റ് ചെയ്യാനും സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഇസ് എ ബയോഅഗ്യുമെന്റേഷൻ ഫോർ ഇൻസിറ്റ്യൂ ബയോറെമഡിയേഷൻ. In situ bioaugmentation involves applying microbial cultures or amendments directly to the contaminated site, allowing the introduced microorganisms to interact with the pollutants on site. In situ bioaugmentation എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസിറ്റ്യൂ അല്ലെ ഓൺ സൈറ്റ് ആണ്. ഇൻസിറ്റ്യൂ ബയോഅഗ്യുമെന്റേഷൻ അത് നമ്മൾ മൈക്രോബിയൽ കൾച്ചേഴ്സ് അല്ലെങ്കിൽ അമെൻമെൻറ്റ്സിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കണ്ടാമിനേറ്റഡ് സൈറ്റ്സിനകത്തേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതുവഴി ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആ കണ്ടാമിനേഷൻ സൈറ്റിൽ വെച്ച് തന്നെ പൊല്യൂട്ടൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ അപ്രോച്ച് സാധാരണയായിട്ട് നമ്മൾ സോയിലും ഗ്രൗണ്ട് വാട്ടർ റെമഡിയേഷനും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിളാണ് ഇൻജക്റ്റിംഗ് ഹൈഡ്രോകാർബൺ ഡീഗ്രേഡിംഗ് ബാക്ടീരിയാസ് ഇൻ ടു ദ സബ് സർഫസ് ടു റെമഡിയേറ്റ് അണ്ടർഗ്രൗണ്ട് പെട്രോളിയം പ്ലൂംസ്. അണ്ടർഗ്രൗണ്ട് പെട്രോളിയം പ്ലൂംസിനെയൊക്കെ റെമഡിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈഡ്രോകാർബൺ ഡീഗ്രേഡിംഗ് ബാക്ടീരിയസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സബ് സർഫസിനകത്തേക്ക്. അതുപോലെ ആഡിങ് അനറോബിക് ബാക്ടീരിയ ടു ഡീഗ്രേഡ് ക്ലോറിനേറ്റഡ് സോൾവെൻറ്റ്സ് ഇൻ സിറ്റ്യൂ. ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള സോൾവെൻറ്റ്സിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അനറോബിക് ബാക്ടീരിയനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് ബയോഅഗ്യുമെന്റേഷൻ ഫോർ ഇൻസിറ്റ്യൂ
ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബയോ അഗ്യുമെൻറ്റേഷൻ നമ്മൾ പറഞ്ഞത്. സെൽ ബയോ അഗ്യുമെൻറ്റേഷൻ നമ്മൾ പറഞ്ഞു. സെല്ലിനകത്ത് നമ്മൾ മൈക്രോബിയൽ കൾച്ചേഴ്സ് ആയിരിക്കും, ഇമ്മൊബിലൈസ്ഡ് ആയിട്ടുള്ള മൈക്രോബ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള സോയിലിനെ വെച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ജീൻ അഗ്യുമെൻറ്റേഷനകത്ത് മൈക്രോ ഓർഗാനിസംസ് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ജീൻസിനെ വെച്ച് നമ്മൾ ഇത് ചെയ്യുവാണെങ്കിൽ അതിന് നമ്മൾ ജീൻ അഗ്യുമെൻറ്റേഷൻ എന്ന് പറയും. റൈസോസ്പിയർ ബയോ അഗ്യുമെൻറ്റേഷനകത്ത് മൈക്രോബ്സിനെ നമ്മൾ പ്ലാന്റ്സിൻ്റെ ഒപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ റൈസോസ്പിയർ ബയോ അഗ്യുമെൻറ്റേഷൻ എന്ന് പറയും. ഫൈറ്റോ അഗ്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ജനിക് ആയിട്ടുള്ള പ്ലാന്റ്സ്, റെമഡിയേഷൻ ജീൻസ് ഉള്ള ട്രാൻസ്ജനിക് പ്ലാന്റ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് അതിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ ഫൈറ്റോ അഗ്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. എല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.